മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു ഇതൊരു പരീക്ഷാ ഹോളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിച്ചു? അതാ ഫണ്ട് കളക്ഷൻ വരുന്നുണ്ട്. മുണ്ടക്കൈയിൽ മരിച്ചുപോയ അല്ലെങ്കിൽ അവിടെ ദുരിതമനുഭവിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മനസ്സ് നമ്മൾക്കുള്ളൊരു പരീക്ഷണമാണ്. അവിടെ നടന്നത് അവർക്കുള്ള പരീക്ഷണമാണ്. ഈ ഫണ്ട് കളക്ഷൻ്റെ പരസ്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്കുള്ള ഒരു പരീക്ഷണമാണ്. ഈ ഫണ്ട് കളക്ട് ചെയ്ത ഗവൺമെൻറ്റിന് മുമ്പിലുള്ള ഒരു പരീക്ഷണം കൂടിയാണ്. ഇത് കറക്റ്റ് കൊടുക്കുന്നുണ്ടോ? 9,000 രൂപ അവരുടെ വാടകയ്ക്ക് പോലും കൊടുത്തില്ല എന്നാണ് കേട്ടത്. പാവങ്ങൾ എത്ര കോടി പിരിച്ചു. അപ്പോൾ ഇത് ഗവൺമെൻറ്റിനുള്ള പരീക്ഷണമാണ്. അപ്പോഴാണ് ഈ ഗവൺമെൻറ് ഭരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇന്നോ നാളെയോ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവരാര് ശിക്ഷിക്കും? അവിടെയാണ് രാജധർമ്മം അനുഷ്ഠിക്കാത്ത രാജാക്കന്മാർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള നരകത്തെ പറ്റിയിട്ട് ഗരുഡ പുരാണം പറയുന്നത് വൈതരണി എന്നാണ്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ എല്ലാം പരീക്ഷയാണ്. മുണ്ടക്കയിൽ നടന്നിട്ടുള്ള ദുരിതം എന്ന് പറയുന്നത് ആ മനുഷ്യർ അതിൽ ക്ഷമ കാണിച്ചപ്പോൾ ദൈവത്തിങ്കിൽ നിന്നുള്ള പ്രതിഫലം കിട്ടി. അതോടൊപ്പം ആ മനുഷ്യർക്ക് വേണ്ടി പിരിച്ച് കൊടുത്തപ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം കിട്ടി. അത് മനുഷ്യന്മാർക്ക് കൊടുക്കാണ്ട് പിരിച്ചത് അവിടെ കട്ടുവെച്ചപ്പോൾ അവർക്കും ദൈവത്തിങ്കിൽ നിന്നുള്ള ശിക്ഷ വരാനിരിക്കുന്നു എന്നിങ്ങനെ ഇതുമായിട്ട് അനുബന്ധമായ എല്ലാം ഓരോ മനുഷ്യർക്കും വ്യത്യസ്ത രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസർ ശരിയുടെ പക്ഷത്ത് രണ്ടെണ്ണം, ഒന്ന് ശരി അല്ലെങ്കിൽ തെറ്റ്. PSC എക്സാമിന് 3 തെറ്റും 1 ശരിയുമാണ് ഉണ്ടാവുക. ഒടേ തമ്പുരാൻ വളരെ ലളിതമായിട്ട് ശരി തെറ്റ്, കള്ള് കുടിക്കാം വെള്ളം കുടിക്കാം, ചാരായം കുടിക്കാം ചായ കുടിക്കാം. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് മാത്രം ചെയ്തു പോകുന്നവൻ ആര് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് മുണ്ടക്കൈയിലായാലും ഫലസ്തീനിലായാലും ഓരോ വിഷയങ്ങൾ വരുന്നത് ഒരു വിശ്വാസിയുടെ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.